നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കവ്വായിലാണ്. ഇപ്പോൾ കവ്വായിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? രതിൻ. അപ്പോൾ ഇത് നടത്തുന്ന ആരാണ്? നമ്മൾ ഇവിടെ തന്നെയുള്ള കുറച്ച് ടീം ചേർന്നിട്ട് നടത്തുന്ന ഒരു ബോട്ടിംഗ് സർവീസ് ആയിരുന്നു. ബോട്ടിംഗ് സർവീസ്, സ്പീഡ് ബോട്ടും കായാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു. ഇവിടെ എന്തെല്ലാം കാണാനുള്ളത്? മെയിനായിട്ട് ഇവിടെ ഉള്ളത് കണ്ടൽക്കാടാണ്. അതായത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റിയ ഒരു ഏരിയ. ആ ഒരു ഭാഗത്തേക്ക്, ഇതിന്റെ ഭാഗത്തായിട്ട്, ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അത് വരുന്നത്. ഒരു മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം ടൈപ്പ് സർവീസാണ് ഉള്ളത്? നമുക്ക് ടൂറിസം, മെയിനായിട്ട് ടൂറിസം അല്ലേ? അല്ലേ, മെയിനായിട്ട് ടൂറിസത്തില്ല. തന്നെ അതായത് രണ്ട് ടൈപ്പാണ്. ഒന്ന് സ്പീഡ് ബോട്ട് ഉണ്ട്, രണ്ടാമത് കയാക്കിങ്. വെള്ളത്തിന്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് അധികം ആഴമില്ലാത്തതുകൊണ്ട് കയാക്കിങ് വലിയ ആഴം ഇല്ല, ആഴം കുറവ്. ഇതൊക്കെ നമുക്ക് ഒരാളെ ആഴം ഉണ്ടല്ലോ. വേരിയേറ്റം വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുന്നല്ലാതെ വേറെ പേടിക്കാനോ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ അല്ല. അപ്പോൾ ഇതിന്റെ ഈ ബോട്ടിന്റെ ചാർജും കാര്യങ്ങളുള്ള, അതായത് കണ്ടൽക്കാടിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതായത് 800 റുപ്പീസാണ് ഇതിന്റെ ചാർജ്. ഒരു ബോട്ടിന് കണ്ടൽക്കാടിലേക്ക് 7 ആക്കാണ് ഒരു ബോട്ടിൽ പറ്റുന്നത്. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് 800. അതായത് നമ്മളവിടെ കൊണ്ടിറക്കി വിടും വെള്ളത്തിൽ. നിങ്ങളൊക്കെ കളിച്ച് ഇതൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് വരുന്ന സമയത്ത് എത്ര സമയം ഇല്ല. നമുക്ക് ബോട്ടിങ്ങിനാണെങ്കിൽ നമുക്ക് രാവിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ വെള്ളത്തിൽ എത്ര ടൈം നിങ്ങൾക്ക് കളിക്കാം. ആഴം കുറവായതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കാനില്ല ബോട്ടിങ്ങിന്. പിന്നെയുള്ളത് തൊട്ടിപ്പുറം ബീച്ച് ഉണ്ട്, കടപ്പുറം. അത് രണ്ടും കൂടെ പോകുന്നുണ്ടെങ്കിൽ 1200 വരും. അതിന് എക്സ്ട്രാ ചാർജ്. അത് സെയിം ടൈമാണ്. അതും ഇതാണ്. നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ കയാക്കിങ് ഒരു 1 hour ആണ് ടൈമിങ് നമുക്ക്. അതായത് ഇവിടുന്ന് എടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലൊക്കെ കറങ്ങിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാനുള്ള ടൈം 1 മണിക്കൂർ. ഇല്ല, നമ്മൾ ഇവിടുന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആക്കിയിട്ടേ വിടുള്ളൂ. അതിന്റെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടും. അതിന് 300 രൂപ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. 2 പേരുണ്ടെങ്കിൽ 600 വരും. അങ്ങനെ ഡബിളും ഉണ്ട്, സിംഗിളും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസം സാധ്യതയുണ്ട്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പറുകൾ കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ വരണമെങ്കിൽ, കാരണം വിളിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ. കാരണം മറ്റൊരു വലിയൊരു ബോട്ട് കണ്ടല്ലോ, അത് ഹൗസ് ബോട്ട്. അത് ബുക്ക് ചെയ്തിട്ട് അത് നമ്മുടെ അറിയുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ബുക്ക് ചെയ്താൽ അത് മുമ്പേ ബുക്ക് ചെയ്യണം. കാരണം പെട്ടെന്ന് വന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇത് വെയിലേറ്റത്തിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വെള്ളം ഉണ്ട്. നമ്മൾ വിളിച്ചിട്ട് വന്നാലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം വെള്ളം ഇറങ്ങി പോകും മൊത്തം. അപ്പോൾ നമുക്ക് കണ്ടലിലേക്ക് ബോട്ട് പോകാനാവില്ല. കയാക്കിങ് മാത്രമേ പോകുള്ളൂ. അങ്ങനെയൊക്കെ ടൈമിങ് വരും. അത് രാവിലെ വൈകുന്നേരം പറയാൻ പറ്റില്ല. ടൈമിങ് ഇങ്ങനെ മാറി മാറി വരുന്നേ വെള്ളത്തിന്റെ വേരിയേഷൻ. അപ്പം അതിന് കണക്കായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വരട്ടെ. അപ്പം ബാക്കി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി അറബിക്കടലിന് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന കവ്വായി കായൽ കേരളത്തിലെ 3ാമത്തെ വലിയ കായലും വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കായലുമാണ്. ചെറുതും വലുതുമായ നിരവധി ദ്വീപുകളാൽ ചുറ്റപ്പെട്ടതാണ് കവ്വായി കായൽ. അക്കൂട്ടത്തിലെ മനോഹരമായ ഒരു ദ്വീപാണ് പയ്യന്നൂർ നഗരത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കവ്വായി ദ്വീപ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു വലിയ തുറമുഖവും മജിസ്ട്രേറ്റ് കോടതിയും ഉൾപ്പെട്ടിരുന്ന ഏതാണ്ട് 122 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആസ്ഥാനമായിട്ട് ഈ കവ്വായി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു റിവർ ടൂറിസത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഒരു കായലിൻ്റെ ശാന്തമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ ബോട്ടിംഗ്, അതുപോലെ കയാക്കിങ്, ദ്വീപുകളിലൂടെയുള്ള യാത്ര, പക്ഷി നിരീക്ഷണം, പ്രകൃതി രമണീയമായ നിരവധി കാഴ്ചകൾ, ഇതൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാം. പ്രത്യേകിച്ചും നമുക്ക് ഈ കണ്ടൽക്കാടുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, കാരണം കണ്ടൽക്കാടുകൾ എന്താണ്, അതുപോലെ കണ്ടൽക്കാടുകളുടെ പ്രത്യേകത എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഒക്കെ ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ഈ കാണുന്ന വലിയ ബോട്ട് നമ്മുടെ ജലവകുപ്പിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസാണ്. അപ്പോൾ ഇതും വളരെ തുച്ഛമായ വിലയിൽ നമുക്കിതിലെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. ഇതേ ഒരു ഫെസിലിറ്റി നമുക്ക് പറശ്ശിനിക്കടവ്, വളപട്ടണം ആ റൂട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടൽക്കാടുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് കണ്ടൽക്കാടുകളെക്കുറിച്ച് നമുക്ക് എന്താണ് കണ്ടൽക്കാട്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കണ്ടൽക്കാട് അഴിമുഖങ്ങളും ചതുപ്പ് നിലങ്ങളും കായലോരങ്ങളിലും ഒക്കെ വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാട്, അല്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയാം. നമ്മൾ പല സിനിമകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. മാന്ത്രികം സിനിമയിലൊക്കെ പിച്ചാവരം ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രവും കൂടിയാണ്. ഇത്തരത്തിലുള്ള ചതുപ്പ് പ്രദേശങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായിട്ടുള്ള കണ്ടൽ കാടുകൾ നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിൽ അത്ര വലുതല്ല എങ്കിൽ പോലും ഒരു കണ്ടൽ ആവാസ വ്യവസ്ഥ നമുക്കിവിടെ ഇറങ്ങി അനുഭവിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കണ്ടൽ മരങ്ങളും
അതുപോലെ തന്നെ കണ്ടലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് സസ്യങ്ങളും ഒക്കെ ഇടതിങ്ങി വളരുന്ന ഈ ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ചും പുഴയും കടലും ചേരുന്ന ഉപ്പ് കലർന്ന വെള്ളത്തിലൊക്കെയാണ് കണ്ടൽക്കാടുകൾ സാധാരണയായിട്ട് ഉണ്ടാകുക. വേലിയേറ്റ സമയങ്ങളിൽ അത്യാവശ്യം വെള്ളം കെട്ടി നിൽക്കുകയും അതുപോലെ വേലിയിറക്ക സമയങ്ങളിൽ വെള്ളമില്ലാത്ത അത്തരത്തിലുള്ള ചതുപ്പ് നിലങ്ങളിലാണ്, അല്ലെങ്കിൽ തണ്ണീർ തടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലാണ് സാധാരണയായിട്ട് കണ്ടൽക്കാടുകൾ വളരുക. പ്രത്യേകിച്ചും ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് കണ്ടൽക്കാടുകൾ ധാരാളമായിട്ട് വളരുക. ഏതാണ്ട് ലോകത്താകമാനം 80 രാജ്യങ്ങളായി ഏകദേശം 1.4 കോടി ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട് എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 6740 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഇവ കാണപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അധികവും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കിഴക്കൻ തീരങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കണ്ടലിൻ്റെ കേന്ദ്രങ്ങളുള്ളത്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ടൽക്കാടുകൾ. ഉഷ്ണമേഖലാ കാടുകളിൽ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരം കണ്ടൽക്കാടുകൾക്കുണ്ടെന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. ഈ കാണുന്നത് കായൽച്ചൊറി അല്ലെങ്കിൽ ഒരിനം ജെല്ലി ഫിഷാണ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിൽ അതുപോലെ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമ്മൾ പുറം ലോകം അറിയുന്നുള്ളൂ. അതിൽ പ്രധാനിയാണ് നമ്മുടെ കല്ലയൻ പൊക്കടൻ ചേട്ടൻ. അതുപോലെ നിരവധി ആളുകൾ, നമ്മളറിയാത്ത നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ കൊച്ചിൻ വൈപ്പിനിലുള്ള മുരുകേശൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തരം നിരവധി ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന കണ്ടൽ വനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കണ്ടൽക്കാടുകളെക്കുറിച്ച് ഇങ്ങനെ സംരക്ഷിക്കേണ്ടതും അതുപോലെ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്തരം സംശയങ്ങൾ ചില ആളുകളിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കണ്ടൽക്കാടുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവയുടെ റോൾ എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുള്ള ഒരു ശരിയായ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടൽക്കാടുകൾ അവയ്ക്ക് നമ്മുടെ ഈ പ്രകൃതിയിലും ആവാസ വ്യവസ്ഥയിലൊക്കെയുള്ള റോൾ എന്താണ്, അവരുടെ എക്കോളജിക്കൽ റോൾ എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരം കണ്ടൽക്കാടുകൾക്കുണ്ട്. അതുപോലെ തന്നെ അതുവഴി ഈ അന്തരീക്ഷ മലിനീകരണം ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി ഇവ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവ ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. വ്യത്യസ്ത ഇനം മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായിട്ട് പ്രജനനം നടത്താൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രജനന കേന്ദ്രമായിട്ട് ഇത് മാറുന്നുണ്ട്. കൂടാതെ നിരവധിയായിട്ടുള്ള ദേശാടന കിളികളും ഒക്കെ കൂടുകൂട്ടാനുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ കണ്ടൽ വനങ്ങൾ മാറുന്നുണ്ട്. സുനാമി പോലുള്ള നിരവധിയായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനുള്ള ഒരു അത്ഭുത ശേഷി ഈ ഒരു കണ്ടൽ വനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നമ്മളവിടെ പോകുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വേരുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കുക എന്നുള്ളത്. ചതുപ്പ് പ്രദേശങ്ങളിൽ കണ്ടൽക്കാടുകൾ നട്ടു വളർത്തുക, അതുപോലെ അവയെ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം. 80 രാജ്യങ്ങളിലായി ഏകദേശം 14 ദശലക്ഷം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ട്. ഭൂമിശാസ്ത്രപരമായി കണ്ടൽക്കാടുകൾ 2 മേഖലകളിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇൻഡോ പസഫിക് മേഖലയിലും അതുപോലെ അമേരിക്കയും പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രോ അമേരിക്കൻ മേഖലയിലാണ് പ്രധാനമായിട്ടും ഗ്ലോബൽ ലെവലിൽ കണ്ടൽക്കാടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പുഴയും കടലും ചേരുന്നിടങ്ങളിലെ ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ഇത്തരം ചെടികൾ ഒരു വെള്ളത്തിൽ വളരാൻ ആവശ്യമായ പ്രത്യേകതകൾ ഉള്ളവയാണ്. എല്ലാത്തരം ചതുപ്പ് നിലങ്ങളിലും കണ്ടൽക്കാടുകൾ കാണാറില്ല. ആഴം കുറവുള്ളതും വളക്കൂറുള്ളതും ഉപ്പിൻ്റെ അംശമുള്ളതുമായ ജലത്തിലാണ് സാധാരണയായിട്ട് ഇത്തരം കണ്ടൽക്കാടുകൾ കാണാറുള്ളത്. വേലിയേറ്റവും വേലിയിറക്കവുമുള്ള പ്രദേശങ്ങൾ മറ്റൊരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ചിലയിനം കണ്ടലുകൾക്ക് അവയുടെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളർന്ന് മണ്ണിൽ താങ്ങിയിറങ്ങുന്ന താങ്ങ് വേരുകളുണ്ട്. അത് ഒരു തരം റൂട്ട് മോഡിഫിക്കേഷനാണ്. മറ്റൊന്ന്, ഇവ റെസ്പിറേറ്ററി റൂട്ടുകളുണ്ട്. അതായത് ഇത്തരം ചെളിയുള്ള പ്രദേശങ്ങളിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കാറുള്ള അതിനായിട്ടുള്ള മറ്റൊരു അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ് മണ്ണിൽ നിന്നും സൂര്യപ്രകാശം. സാധാരണ വേരുകൾ സൂര്യപ്രകാശത്തിന് എഗനിസ്റ്റാണ്. അതായത് സാധാരണ വൃക്ഷങ്ങളുടെ വേരുകൾ ജിയോട്രോപ്പിക്കാണ്, അതായത് മണ്ണിന് താഴോട്ട് വളരുന്നവയാണ്. അതേസമയം ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ കാണ്ഡം എന്ന് പറയുന്ന ഭാഗം പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്കാണ്, അതായത് ലൈറ്റിന് അനുകൂലമായിട്ട് പോകുന്നതാണ്. പക്ഷേ ഈ കണ്ടലുകളുടെ ചില ഇനം വേരുകൾ
ശ്വസന വേരുകൾ എന്ന് പറയും, റെസ്പിറേറ്ററി റൂട്ട് എന്ന് പറയും. അതിൽ ചില ന്യൂമാറ്റോഫോർ എന്ന് പറയുന്ന ചില സുഷിരങ്ങളുണ്ട്. അതുവഴി, അതായത് അത് മണ്ണിൽ നിന്നും സൂര്യപ്രകാശത്തിന് നേരെയുള്ള മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വേരുകളാണ്. അവയാണ് ന്യൂമാറ്റോഫോറുകളുള്ള ശ്വസന വേരുകൾ അല്ലെങ്കിൽ റെസ്പിറേറ്ററി വേരുകൾ എന്ന് പറയാം. ഇത് മറ്റൊരു അനുകൂലമായിട്ടുള്ള ഘടകമാണ്. ഇവിടെയുള്ള കണ്ടൽക്കാടുകളുടെ എല്ലാം തന്നെ ഒരു നെറ്റ്വർക്കായിട്ട്, അതായത് ഇവയുടെ വേരുകൾ നമുക്കിവിടെ കാണാം, ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി കഴിയും. അവിടെ നിരവധിയായിട്ടുള്ള വേരുകൾ, ഇതിൻ്റെ നമ്മുടെ ആലിൻ്റെ വേരുകളൊക്കെ പോലെ തന്നെ കാണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ഷാർപ്പായിട്ടുള്ള വേരുകളുണ്ട്. ഇത്തരം വേരുകൾ മണ്ണിൽ കുത്തി, ഈ ചെളിയിൽ കുത്തി ഇതിനെ നല്ല ആങ്കർ ചെയ്ത് നിർത്തുന്ന ഒരു തരം അനുകൂലനമാണ്. അപ്പം ഇത്തരം ഗുണമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആങ്കറിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സുനാമി പോലുള്ള അല്ലെങ്കിൽ കടലാക്രമണങ്ങളെയും മണ്ണൊലിപ്പിനെയും ഒക്കെ തടയാൻ കണ്ടലുകളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ ഇവയുടെ പ്രത്യുൽപാദനം വളരെ രസകരമായിട്ടുള്ള മറ്റൊരു അനുകൂലനമാണ്. മാതൃസസ്യങ്ങളായിരിക്കുമ്പോൾ തന്നെ അവയുടെ വിത്തുകൾ മുളയ്ക്കുകയും അത് താഴോട്ട് വളരുന്നതിനാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന, നമുക്ക് ഇതിനകത്ത് കാണാം, ഈ വീഡിയോയിൽ കാണാം, വിത്തുകൾ നീളമുള്ള വിത്തുകളാണ്. അപ്പം അതിൻ്റെ ഭാരം, ഇപ്പം ചെറിയ പ്ലാന്റ് അവിടെ മുളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഭാരം വർദ്ധിക്കുകയും അത് നേരെ നമ്മുടെ ഭൂഗുരുത്വ ബലം കൊണ്ട് നേരെ താഴോട്ട് പതിക്കുകയും ചെളിയിൽ പതിക്കുകയും അതിങ്ങനെ ഷാർപ്പായിട്ട് അവിടെ തുളച്ച് കയറി അവിടെ നിൽക്കുകയും അവിടെ നിന്ന് മറ്റൊരു സസ്യം അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് അവിടെ നിന്ന് പൊങ്ങി വരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. കണ്ടലുകൾ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ കലവറയാണെന്ന് പറയാം. കണ്ടൽ കാടുകൾ പ്രധാനമായും മറ്റ് ഇനത്തിൽപ്പെട്ട 3 തരത്തിലുള്ള സസ്യങ്ങൾ കാണാം. പ്രധാനമായിട്ടും ചൂരലുകൾ, എല്ലാവർക്കും അറിയാം, ചൂരൽ കാട്ടിലൊക്കെ കാണുന്നതാണ്. അതുപോലെ പൂക്കൈത ചില ഏരിയയിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഒതളം. ഈ ചെടികളൊക്കെ കണ്ടലുകളല്ല, പക്ഷേങ്കിലും കണ്ടൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ഇനം ചെടികളാണ്. കൂടാതെ സൺഡ്യൂ പോലുള്ള ഇരപിടിയൻ ചെടികൾ, നമ്മുടെ ഇരപിടിയൻ സസ്യങ്ങളുടെ ഒരു വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, എറണാകുളത്തൊരു വീടിൻ്റെ മുകളിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ മറ്റൊരു ചെടിയാണ് ഇത് സൺഡ്യൂ എന്ന് പറയുന്ന ആ ഒരു ചെടികളും ഈ നമ്മുടെ കണ്ടൽക്കാടുകളിൽ ധാരാളമായിട്ട് കാണാറുണ്ട്. മിക്ക ദേശാടന കിളികളും കണ്ടൽക്കാടുകളിൽ പ്രജനനത്തിനായി ഉപയോഗിക്കുന്ന കൂട് കെട്ടി മുട്ടയിട്ട് വളർന്ന് പോകുന്നതാണ്. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കടൽ ജീവികളുടെ പ്രജനന കേന്ദ്രമായിട്ട്, പ്രത്യേകിച്ചും മത്സ്യങ്ങളുടെ മുട്ടയിടാനും അതുപോലെ ഞണ്ടുകൾ, ചെമ്മീനുകൾ, ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ മുട്ടയിട്ട് പെരുകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് നമുക്ക് ഈ കണ്ടൽക്കാടുകളെ കാണാൻ വേണ്ടി കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് അല്ലെങ്കിൽ മാംഗ്രൂവ് ഫോറസ്റ്റാണ് സുന്ദർബൻ ഡെൽറ്റ അഥവാ സുന്ദർബൻ വനങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് പശ്ചിമ ബംഗാളിലുമായിട്ട് ഇത് പരന്നു കിടക്കുകയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സുന്ദർബൻ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗുജറാത്തിലെ കച്ച് മേഖലകളിലും ഒക്കെ കണ്ടലുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഏതാണ്ട് 59 ഇനങ്ങളിലുള്ള കണ്ടലുകൾ ഇന്ത്യയിലൊട്ടാകെ കാണുന്നുണ്ട്. അതിൽ കേരളത്തിൽ ഏതാണ്ട് 18ഓളം ഇനങ്ങളാണ് ഉള്ളത്. മുൻപ് സുനാമി കേരളത്തിലും തമിഴ്നാട്ടിലും കടൽ തീരങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ തമിഴ്നാട്ടിലെ പിച്ചാവരം നമ്മൾ കണ്ടലുകൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. മാന്ത്രികൻ സിനിമയിൽ നമ്മൾ കണ്ട ഒരു ഏരിയ ആണ്. ഈ കണ്ടലുകൾ പിച്ചാവരത്ത് ഈ സുനാമിയെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കണ്ടലുകളുടെ പ്രാധാന്യം ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇടയാക്കിയത്. 40 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏതാണ്ട് 700ഓളം ചതുരശ്ര കിലോമീറ്ററിൽ കുറയാത്ത പ്രദേശത്ത് കണ്ടലുകൾ വളർന്നു വരുന്നു. എങ്കിലും ഇന്ന് അത് ഏതാണ്ട് 17 ചതുരശ്ര കിലോമീറ്റർ താഴെ ഉള്ള വിസ്തൃതിയിൽ മാത്രമേ കണ്ടൽ വനങ്ങൾ കാണുന്നുള്ളൂ എന്ന് കേരള വനം വകുപ്പിൻ്റെ ഒരു സർവേയിൽ പറയുന്നുണ്ട്. കൂടാതെ 17ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ മലബാർ തീരങ്ങളിൽ കണ്ടുവരുന്ന കണ്ടൽ സസ്യങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമ്മുടെ കേരള കടൽ തീരത്തെ രക്ഷിക്കാൻ വേണ്ടി കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ കേരള തീരത്ത് വെച്ച് പിടിപ്പിക്കുന്ന കേരള വനം വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഹരിത തീരം എന്ന് പറയുന്നൊരു പദ്ധതി. കണ്ടലുകളുടെ പ്രാധാന്യം ആഗോളതലത്തിൽ ശ്രദ്ധിച്ചാൽ ഖത്തറിലെ കാലാവസ്ഥാ വ്യതിയാനം ഗണ്യമായി കുറയുന്നതിൽ കണ്ടൽക്കാടുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ കണ്ടൽ ചെടികൾ വിവിധ രാജ്യങ്ങളിൽ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കണ്ടൽ ചെടികളെ ഉപയോഗിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇത്തരത്തിലുള്ള വേരുകൾ. സ്റ്റെമ്മിൻ്റെ അവിടുന്ന് വരുന്ന
ഒരുതരം റൂട്ട് മോഡിഫിക്കേഷനാണ്. ഇത്തരം വേരുകൾ ഇങ്ങനെ മണ്ണിൽ ആഞ്ഞ് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇപ്പം വെള്ളം കയറുന്ന സമയത്ത് വെള്ളം അതിൻ്റെ ഇടയിലൂടെ ഒരു ഫൈബർ നെറ്റ്വർക്ക് പോലെ ഇത് പ്രവർത്തിക്കുന്നു. ഇപ്പം വെള്ളം ഉള്ളിലേക്ക് കയറി വരുന്നു, വെള്ളം പോകുന്നു. പക്ഷേ ഇതിന് യാതൊരു കുലുക്കവും വരാതെ നല്ലൊരു ബാരിയറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ആവാസ വ്യവസ്ഥാ സംരക്ഷണ ദിനമായിട്ട് യുനെസ്കോ ആചരിക്കുന്നുണ്ട്. ഈ ദിനാചരണത്തിലൂടെ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥയെ അതുല്യവും സവിശേഷവും ദുർബലവുമായ ആവാസ വ്യവസ്ഥ എന്ന നിലയിലുള്ള അവബോധം വളർത്താനും അവയുടെ സുസ്ഥിരമായ പരിപാലനത്തിനും സംരക്ഷണത്തിനുമുള്ള പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും യുനെസ്കോ ലക്ഷ്യമിടുന്നു. എടാ ഉള്ളേ കൊടുത്തു, കണ്ടൽ കാർഡ് കൊടുത്തു. എടാ അപ്പൊ ഇത് ഇങ്ങോട്ട് എന്നാ ഗുണമുള്ളേ? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടെ? പറയുന്നത് ഇപ്പം നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് കുറെ ഉണ്ട് ഇതുപോലെ കണ്ടൽ കാർഡുണ്ട്. അപ്പൊ ഇതും കൊണ്ട് പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ ഈ സാധനം ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടാവും. ഇതിനുള്ളിലേക്കെല്ലാം പക്ഷികൾക്കും വന്ന സമയത്ത് കണ്ടു അല്ലെ, ഒരു പക്ഷി അതിന്റെ ഉള്ളിലേക്ക് ഒരു കാക്ക ആടുന്ന് ഇത് ചുള്ളിക്കാൻ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ പക്ഷികൾക്ക് അങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് കൂട് കൂട്ടാൻ പറ്റും. പിന്നെ ഇപ്പൊ നമ്മൾ വന്ന സമയത്ത് കുറെ ചെറിയ മീനിന്റെ കുട്ടികളും എല്ലാം നമ്മൾ ഇവിടെ കണ്ടിന് വന്ന സമയത്ത്. രക്ഷപ്പെടാം. അതായത് ഇപ്പം മീനുകളോ അങ്ങനെയുള്ള ചെറിയ കടൽ ജീവികളുണ്ടല്ലോ, അപ്പൊ അവർക്ക് മുട്ടയിടാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് കണ്ടൽക്കാട്. പിന്നെ വേറെ എന്തെങ്കിലും ഇതിന്റെ വേരുകൾ കണ്ട ഇത്രയും ഹൈറ്റിൽ ഇതിന് വേരുകളുണ്ട്. ഭയങ്കര സ്ട്രോങ് ആണ് ഈ സാധനം. ഇപ്പൊ നമ്മൾ ഈ സുനാമി പോലെയുള്ള സാധനങ്ങളെല്ലാം വരുമ്പോൾ ഇവിടെ ഒരു കടൽ ഭിത്തിയായിട്ട് ഇതിനെ പ്രവർത്തിക്കാം. ഇത് എത്ര കളിച്ചാൽ നമുക്ക് ഇത് പൊരിച്ചു കളയാൻ കഴിയില്ല. ഈ മണ്ണ് അനങ്ങാതെ അതെ, മണ്ണൊലിപ്പ് ഇപ്പൊ ഇതിലുള്ള പിന്നെ ഈ കരയെല്ലാം കയറി വരുന്നില്ലേ, അപ്പൊ അതെല്ലാം ഒലിച്ചു പോകാണ്ടെല്ലാം ഇതൊരു മതില് പോലെ ഇങ്ങനെ നിൽക്കും. സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഇപ്പൊ നമ്മളിവിടെ വന്നു, ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ടൂറിസത്തിന്റെ സാധ്യതയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സാധാരണ മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം കൊണ്ടുപോകുന്നത് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഇവർ ചെരുപ്പ് പോലും ഇങ്ങോട്ട് കയറ്റി വിടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൃത്തി ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് നമ്മളെ കണ്ടൽ പൊക്കുടേട്ടനൊക്കെ ചെയ്ത അതിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സാധനം ഇവിടെ ഉള്ളത്. അപ്പോൾ കണ്ടലുകളെ കുറിച്ച് കൂടുതൽ ഒരുപാട് ആളുകൾ കണ്ടലുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാരുടെയും പോയി അവരുടെ അനുഭവങ്ങൾ നമ്മൾ എന്തായാലും പകർത്തി വെക്കും. അവിടെ ഒരു ചെടീൻ്റെ മുകളിൽ തേനീച്ചൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടലിൽ കിട്ടും. ഇവിടെ നമ്മൾ ഇത്രയും ദൂരം വന്നു, എല്ലാവർക്കും ഇറങ്ങി കണ്ടൽ എന്താണെന്ന് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കണ്ടൽക്കാട് എന്താണ്. ഇപ്പോൾ നമ്മൾ ഈ ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ മലയോര പ്രദേശത്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ അമ്മയൊന്നും ഇതുവരെ കണ്ടൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതാണ് കണ്ടൽ. കണ്ടലിന് ഇത്രയും ഗുണങ്ങളുണ്ട്. ഇതിപ്പം ഫ്രഷായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വീണൊരു കണ്ടലിൻ്റെ വിത്താണ്. ഇപ്പം ഇവർക്ക് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ നീളമുള്ള ഈ വിത്ത് ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലങ്ങ് കുത്തി നിന്ന് അപ്പോൾ അവിടെ തന്നെ അത് മുളക്കുന്ന ഒരു രീതിയിലാണ് ഇത് വരിക. ഇത് കൂടാതെ ഒരുപാട് ആളുകൾ കണ്ടലിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് നടുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇവിടെ ഇത്രയും കണ്ടലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമുക്കിവിടെ നടാം. ഇല്ല ഇതിന് വേറെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് ഉപ്പുവെള്ളത്തിലാണ് സാധാരണ ഉണ്ടാവുക. ഉപ്പ് വേണം. പിന്നെ മാത്രമല്ല ഇതിന് വെള്ളത്തിലുള്ള ഉപ്പില്ലേ, ഉപ്പ് നന്നായിട്ട് വലിച്ചെടുത്തിട്ട് വെള്ളം ഫിൽട്ടർ ചെയ്യുന്നൊരു പരിപാടി ഇവർ ചെയ്യും. ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് കുറച്ച് പക്ഷികളാണ് കൂടുതലുള്ളത്. പക്ഷെ ചില സ്ഥലത്ത് വേറെ മറ്റേ നമ്മുടെ സസ്തനികൾ അങ്ങനെ കുറുക്കന്മാരെ അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചില കണ്ടലിൽ നിന്ന് പറഞ്ഞാൽ നല്ല ഇത്രയും വെള്ളം ഉണ്ടാവില്ല, കുറച്ചേ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനെല്ലാം മുട്ടയിട്ടിട്ട്, കാരണം ഇവർക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലമാണ്, വേറെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സംഭവം. പിന്നെ പക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു ഇതിൻ്റെ ഉള്ളിലെല്ലാം
ഒരുപാട് പക്ഷികൾ. ഈ ഒരു ചെടി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അറിയാം വെള്ളം കയറി വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പോയിക്കോളും, ഇതിന് വേറെ പ്രശ്നമില്ല. അപ്പം അതിൻ്റെ അങ്ങനത്തെ വേരുകളാണിത്. ഇപ്പോൾ കണ്ടലുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പഠിക്കാനൊക്കെ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റും. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. 800 രൂപ കൊടുത്ത 7 പേർക്ക് അവർ ഇതൊരു ചെറിയൊരു ഐലൻഡ് പോലെയാണ്, ഇവിടെ കൊണ്ട് ഇറക്കി വിടും. എല്ലാവർക്കും നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കണ്ട് മനസ്സിലാക്കാം. തിരിച്ച് നമുക്ക് എപ്പോഴാണോ ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് വേണം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. സംഭവം നമ്മളിപ്പോൾ മാംഗ്രോവ് ഐലൻഡിൽ പോയി ഇപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് വന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഞാനിത് അറിഞ്ഞത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൂടെ വന്നപ്പോഴായിരുന്നു, ഒരു 5-6 മാസം മുന്നേ. അപ്പോഴാണ് ഞാൻ ഇവരെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ സ്ഥലം. പക്ഷേ ഇത്ര അടുത്തായിട്ടും ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എത്തിപ്പെട്ടതായിരുന്നു അന്ന്. അതിനുശേഷം ഞാനൊരു 3-4 തവണ ഇവിടെ റിലേറ്റീവ്സിനെ കൂട്ടിയിട്ട് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടൊക്കെ വന്നു. എന്തായാലും വരാനും നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.